വിളിച്ചു പറയാല്ലേ? പറയ് പ്രേമിച്ചി, ഇതിന് പിന്നിൽ കളിച്ചത് ദേവികയാണെന്ന് എല്ലാവരും അറിയട്ടെ. പ്രേമിച്ചി വിളിക്ക്. പ്രേമിച്ചു എന്തോ ഒരു കോളൊത്തിട്ടുണ്ടല്ലോ. ആ പ്രേമിച്ചി, എന്താ ഉണ്ട് വിശേഷം? സുഖമല്ലേ? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ശരത്തിന് സന്തോഷം തരുന്ന ഒരു വാർത്ത പറയാനാ ഞാൻ ഇപ്പം വിളിച്ചത്. എനിക്ക് സന്തോഷം തരുന്ന വാർത്തയോ? എന്താ പ്രേമിച്ചി? ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നേ പൊന്നുമണി ദാ ഇപ്പൊ ചന്ദ്രലേഖ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതെയോ? ഓ എന്റെ തിരുവൈക്കത്തപ്പാ, എനിക്കറിയായിരുന്നു പ്രേമിച്ചി ഇതിങ്ങനെ വരുള്ളൂ. കാരണം കോടതി വന്നാല് മുട്ടിയിടിച്ച് വീഴുമെന്ന് അവർക്ക് നല്ല പോലെ അറിയാം. കള്ളക്കേസല്ലായിരുന്നു. എന്നിട്ട് കൊച്ചിനെ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞിട്ട് വേറൊരു നാടകം. എന്റെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങാനേ കുറെ ശ്രമമൊക്കെ നടത്തി. അയ്യോ ഞാൻ പറ്റത്തില്ലെന്ന് ആഡമന്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു. അയ്യോ അമ്പടി കേമേ, ഈ കൊച്ചു പ്രായത്തിൽ ഈ പെണ്ണിന് ഇത്രയൊക്കെ കുരുട്ടുബുദ്ധി ഉണ്ടല്ലേ? ഉണ്ടോന്നോ? പിന്നെ കുരുട്ടുബുദ്ധിക്ക് തിരക്കഥ എഴുതി കൊടുക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ, ദേവിക മാഡം. പിന്നെ നിരഞ്ജൻ ഡോക്ടർ. ചോര പൊടിയാതെ എങ്ങനെ കീറി മുറിക്കണമെന്ന് ഡോക്ടർ നന്നായിട്ട് മുറപ്പെണ്ണെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതാ ശരത്തിന്റെ അടുത്ത് അവളൊന്ന് പയറ്റി നോക്കിയത്. എന്തായാലും സത്യം ജയിച്ചു. സത്യമേവ ജയതേ എന്നാണല്ലോ പ്രേമിച്ചി. അതെ, ഞാനേ സത്യത്തിലും നീതിയിലും വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടിപ്പോ അവക്ക് തന്നെ തോന്നി കേസ് പിൻവലിക്കാൻ. തിരിച്ചൊരു കേസ് അങ്ങോട്ട് കൊടുക്കണം ശരത്തെ, എല്ലാത്തിനും പൂട്ടണം. അതും ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട് പ്രേമേച്ചി. വക്കാലത്ത് ചന്ദ്രലേഖ വക്കീലിനെ ഏൽപ്പിക്കുകയും ചെയ്യാം. ആ കൊള്ളാം, ഞാൻ ചന്ദ്രമോളോട് പറഞ്ഞേക്കാം. പക്ഷേ ദേവിക്ക് വേണ്ടി വാദിക്കാൻ ചിലപ്പോ സിദ്ധാർത്ഥ വക്കീൽ വരും. അതാ ഒരു പ്രശ്നം. ആ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരത്ത് ധൈര്യമായിട്ട് കേസ് കൊടുക്ക്. നമുക്ക് ആലോചിക്കാൻ പ്രേമിച്ചി. ഞാനേ ഈ വാർത്ത ചൂടാറാതെ ഇവിടെ ഒന്ന് വേളം പറ്റേ. ആ ആയിക്കോട്ടെ, ശരി.